വരിക. പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയായി വരാനുള്ള ഒരു കാരണമുണ്ട്. പക്ഷെ അത് സർപ്രൈസാണ്. അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുള്ളൂ. നടൻ ബാലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് എലിസബത്ത് ഉദയൻ എന്ന പേര് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമാകുന്നത്. ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് എലിസബത്ത് ബാലയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. ഇതിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള വീഡിയോയും ചിത്രങ്ങളും ബാല പങ്കുവച്ചിരുന്നു. ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലായിരുന്നപ്പോൾ ബാലയെ നോക്കിയിരുന്നത് എലിസബത്ത് ആയിരുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു ഇരുവരും 2ാം വിവാഹ വാർഷികം ആഘോഷിച്ചതും. എന്നാൽ ഇതിന് പിന്നാലെ ബാലയുടെ പോസ്റ്റിൽ എലിസബത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചുവെന്നത് വ്യക്തമല്ല. ബാലയും ഇതുവരെയും അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ബാലയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതം ദുസ്സഹമായതോടെയാണ് എലിസബത്ത് വേർപിരിഞ്ഞത് എന്നാണ് റിപ്പോർട്ട് വന്നത്. ഇവിടെ നിന്ന് നേരെ സ്വന്തം വീട്ടിലേക്ക് പോയ എലിസബത്ത് പിന്നീട് സ്വന്തം വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. ഒരു യൂട്യൂബ് ചാനൽ എലിസബത്തിനുമുണ്ട്. പുതിയ ജോലി സ്ഥലത്തെ വിശേഷങ്ങളെല്ലാം ചെറിയ വ്ളോഗ് വീഡിയോകളാക്കി എലിസബത്ത് പങ്കിടാറുണ്ട്. ഇപ്പോഴിതാ എലിസബത്ത് ഒരു പുതിയ വീഡിയോ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ്. വീഡിയോയിൽ വളരെ സന്തോഷവതിയായി പതിവില്ലാത്ത ഉന്മേഷത്തോടെയാണ് എലിസബത്തിനെ കാണാൻ പറ്റുന്നത്. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് താൻ വീഡിയോ എടുക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് നടക്കുകയാണ്. 36 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. പൊതുവേ ഭയങ്കര ക്ഷീണിച്ചൊക്കെയാണ് വരാറുള്ളത്. എത്തിയിട്ട് ഒന്ന് കിടന്നാൽ മതി എന്നൊക്കെ ചിന്തിച്ചാണ് വരാറുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലെന്നും ഭയങ്കര ഹാപ്പിയാണെന്നും എലിസബത്ത് പറയുന്നു. അതിനൊരു കാരണമുണ്ട്. അത് സർപ്രൈസാണ്. അത് 2 ദിവസം കഴിഞ്ഞുള്ള വീഡിയോയിൽ താൻ പറയുമെന്നും എലിസബത്ത് പറയുന്നുണ്ട്. ഇതോടെ എന്താണ് പുതിയ വിശേഷമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പുതിയ കല്യാണമോ ലവോ വല്ലതുമാണോ എന്നാണ് ഏറെയും ആരാധകർ കമൻറ്റിലൂടെ ചോദിച്ചത്. ഇനിയും ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് വീട്ടുകാർ അറിഞ്ഞ് സഹോദരിയെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരാളെ അവരുടെ ഇഷ്ടപ്രകാരം കണ്ടെത്തുക എന്നായിരുന്നു ഒരു കമൻറ്റ് വന്നത്.